Module 5 Types of Insurance. Surrender of life insurance policy. In case the insured does not die, the liquidity of an insurance policy is poor in the sense that the insured gets the amount of the policy on maturity, which is for a long term. That means സാധാരണ നമ്മൾക്കറിയാം ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന സമയത്ത് അതിൻ്റെ എമൗണ്ട് നമ്മൾക്ക് കമ്പനി റീപേ ചെയ്യുന്നത് എയ്തർ അറ്റ് മെച്യൂരിറ്റി ഓർ ഓൺ ദി ഡെത്ത് ഓഫ് ദി ഇൻഷുർഡ്. ഇൻ കേസ് ഡെത്ത് സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ മെച്യൂരിറ്റിക്ക് വേണ്ടി നമ്മൾ കുറേ ഇയേഴ്സ് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ആ എമൗണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള കേസസിലാണ് നമ്മൾ ലൈഫ് ഇൻഷുറൻസ് പോളിസി സറണ്ടർ ചെയ്യുന്നത്. Okay, it means that the commitment of fund for a long term. Therefore, insurers provide the facility of surrender of insurance policy in order to overcome the criticism of poor liquidity. Surrender of life insurance policy means a complete withdrawal or termination of the entire policy. The following are the important points regarding surrender. അപ്പോൾ സറണ്ടർ ഓഫ് ലൈഫ് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത് ആ പോളിസിയുടെ ഫുൾ എമൗണ്ട് നമ്മൾ വിഡ്രോ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ആ പോളിസി നമ്മൾ ടെർമിനേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. അതിൻ്റെ ലോങ് ടേമിലേക്കുള്ള ഒരു പോളിസി ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അത്രയും ടേമിലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലാന്നുണ്ടെങ്കിൽ മെച്യൂരിറ്റി വളരെ ലോങ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മെച്യൂരിറ്റി ആവുന്നതിന് മുൻപ് തന്നെ ആ പോളിസി ടെർമിനേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സറണ്ടർ ഓഫ് ലൈഫ് ഇൻഷുറൻസ് പോളിസി. ദെൻ ഇതിൻ്റെ ബേസിസ് ആയിട്ട് കുറച്ച് പോയിൻറ്റ്സ് പറയുന്നുണ്ട്. സറണ്ടർ ഇസ് ദ വോളണ്ടറി ടെർമിനേഷൻ ഓഫ് ദ ലൈഫ് ഇൻഷുറൻസ് കോൺട്രാക്ട് ബൈ ദ പോളിസി ഹോൾഡർ. പോളിസി ഹോൾഡർ ഇറ്റ് സെൽഫ്, ദാറ്റ് ഈസ് സെൽഫ് ടെർമിനേഷൻ ആണ്. പോളിസി ഹോൾഡർ തന്നെ ആ പോളിസി ടെർമിനേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ദെൻ ദ എമൗണ്ട് പേയബിൾ ഓൺ സറണ്ടർ ഇസ് കോൾഡ് സറണ്ടർ വാല്യൂ. സറണ്ടർ ചെയ്യുന്ന ആ പോളിസി കമ്പനി അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി പേ ചെയ്യേണ്ട വാല്യൂവിനെയാണ്, അല്ലെങ്കിൽ പോളിസിയുടെ വാല്യൂവിനെയാണ് സറണ്ടർ വാല്യൂ എന്ന് പറയുന്നത്. ദ എമൗണ്ട് ഓഫ് സറണ്ടർ വാല്യൂ ഇസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ആക്ച്വൽ പ്രീമിയം പെയ്ഡ് ആൻഡ് ദ നമ്പർ ഓഫ് ഇയേഴ്സ് എ പോളിസി ഹാസ് ബീൻ ഇൻ ഫോഴ്സ്. അവിടെ പറയുന്നത് സറണ്ടർ എമൗണ്ട് അല്ലെങ്കിൽ സറണ്ടർ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ആക്ച്വൽ പ്രീമിയംസ് പെയ്ഡ്, ഇതിന് മുൻപ് നമ്മൾ പേ ചെയ്തിട്ടുള്ള പ്രീമിയം വേണ്ടത് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ്, എത്ര ഇയേഴ്സ് നമ്മൾ പേ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് സറണ്ടർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഇഫ് ദ പോളിസി ഹാസ് ബീൻ ഇൻ ഫോഴ്സ് ഫോർ മോർ നമ്പർ ഓഫ് ഇയേഴ്സ് ദ സറണ്ടർ വാല്യൂ വുഡ് ബി മോർ. ഇയേഴ്സ് കൂടുന്നതനുസരിച്ച് സറണ്ടർ വാല്യൂയും കൂടും. കാരണം ഇവിടെ നമ്മൾ എങ്ങനെയാണ് സറണ്ടർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇയർലി പ്രീമിയം, നമ്മൾ എങ്ങനെയാണ് പ്രീമിയം പേ ചെയ്യുന്നത്? ദാറ്റ് ഈസ് ആക്ച്വൽ പ്രീമിയം പെയ്ഡ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ്. അപ്പോൾ ഇയേഴ്സ് കൂടുമ്പോൾ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലേ? നമ്പർ ഓഫ് ഇയേഴ്സ് കൂടുന്തോറും എമൗണ്ടും കൂടിക്കൊണ്ടിരിക്കും. The policy has been in force for a minimum period to acquire the policy to have surrender value. ഒരു പോളിസിക്ക് സറണ്ടർ വാല്യൂ ആപ്ലിക്കബിൾ ആകുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ അവർ പറയുന്ന ഇൻഷുറൻസ് കമ്പനി പറയുന്ന ഒരു പ്രിസ്ക്രൈബ്ഡ് ടേം അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് മിനിമം ഇത്രയും പീരിയഡെങ്കിലും ആ പോളിസി പ്രീമിയം പേ ചെയ്തുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിന് സറണ്ടർ വാല്യൂ കൊടുക്കാം, അല്ലെങ്കിൽ ആ പോളിസി ടെർമിനേറ്റ് ചെയ്യാം. ടെർമിനേറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? ഒരു പെർട്ടിക്കുലർ മിനിമം ഒരു ഇത്രയും പീരിയഡെങ്കിലും അവർ പറയുന്ന, ഓരോ പോളിസിക്കും ഡിഫറെൻ്റ് ആയിരിക്കാം. ചിലപ്പോൾ ആ ഒരു പോളിസിയിൽ പറയുന്ന ടേം എത്രയാണോ അത്രയും ടേമെങ്കിലും ആ പ്രീമിയം പേ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ആ പോളിസി കണ്ടിന്യൂ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ അത് പേ ചെയ്യാനുള്ള സറണ്ടർ വാല്യൂ ആയിട്ട് ഇവർക്ക് പേ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടുന്നുള്ളൂ. The surrender value is published by insurance companies either in the prospectus or is mentioned in the policy conditions. അപ്പോൾ സറണ്ടർ വാല്യൂ എത്രയാണെന്നുള്ളത് ഇൻഷുറൻസ് കമ്പനി ഒന്നില്ലെങ്കിൽ അവരുടെ പ്രോസ്പെക്ടസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം, അല്ലാന്നുണ്ടെങ്കിൽ പോളിസി കണ്ടീഷൻസ് പറയുമ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടാവണം എത്രയാണ് സറണ്ടർ വാല്യൂ എന്നുള്ളത്. ദെൻ some insurance companies announce guaranteed surrender value as required by the law, which may be a certain percentage of premium paid. ചില കമ്പനീസ് ലോ പ്രകാരം ഇങ്ങനെ സറണ്ടർ വാല്യൂ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ സറണ്ടർ വാല്യൂ എല്ലാ ഇൻഷുറൻസ് കമ്പനികൾക്കും ഗ്യാരണ്ടി ചെയ്തിരിക്കണം എന്നുള്ള ഒരു റൂൾ ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അടയ്ക്കുന്ന പ്രീമിയത്തിൻ്റെ ഒരു സർട്ടൈൻ പെർസെൻറ്റേജ് സറണ്ടർ വാല്യൂ ആയിട്ട് കൊടുക്കും എന്നുള്ളത് അഷ്വർ ചെയ്തിരിക്കണം ഓരോ ഇൻഷുറൻസ് കമ്പനീസും. ഇത്രയും കാര്യങ്ങളാണ് സറണ്ടറിനെ കുറിച്ച് പറയാനുള്ളത്. then അടുത്തത് വരുന്നത് ഫോർക്ലോഷർ ഓഫ് ലൈഫ് ഇൻഷുറൻസ് പോളിസി. Foreclosure is a process of writing off the policy before its actual maturity. If the amount in the policyholder's account fall below the minimum stipulated amount, the insurance company may at the time forecloses and terminate the policy. അപ്പോൾ ഫോർക്ലോഷർ എന്ന് പറയുന്നത് എമൗണ്ട് പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ,
റൈറ്റ് ഓഫ് ദ പോളിസി അത് മെച്യൂരിറ്റി ആവുന്നതിന് മുൻപ് ആ ഇൻഷുറൻസ് കമ്പനി ആ പോളിസി റൈറ്റ് ഓഫ് ചെയ്യാണ്, റിട്ടേൺ ഓഫ് ചെയ്യാണ്, അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാണ്. ഓക്കെ, ഇഫ് ദ എമൗണ്ട് ഓഫ് ദ പോളിസി ഹോൾഡർ അക്കൗണ്ട്, പോളിസി ഹോൾഡറിൻ്റെ അക്കൗണ്ടിലുള്ള എമൗണ്ട് അവർ പറയുന്ന ഒരു സ്റ്റിപ്പുലേറ്റഡ് എമൗണ്ട്, ഒരു മിനിമം എമൗണ്ട് അവർ പ്രിസ്ക്രൈബ് ചെയ്ത് പറയുന്നുണ്ടാവും. ആ മിനിമം എമൗണ്ടിലും താഴെയാണ് ആ പോളിസി ഹോൾഡറുടെ അക്കൗണ്ടിലുള്ള എമൗണ്ട് എന്നുണ്ടെങ്കിൽ ആ ഇൻഷുറൻസ് കമ്പനി പേ ചെയ്ത എമൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യുന്നതാണ്. ഓക്കെ, when a loan is granted under a policy, the assured has a choice to pay the interest or allow it to accumulate so that the amount can be adjusted from the claim amount when it is made. It is possible only if the premiums are paid regularly and the policy remains in force. അപ്പോൾ ഒരു പോളിസി ഹോൾഡറിന് ആ ഒരു പോളിസിയുടെ ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ആ പോളിസി സെക്യൂരിറ്റി ആയിട്ട്, ഇൻഷുറൻസ് പോളിസി സെക്യൂരിറ്റി ആയിട്ട് വെച്ചുകൊണ്ട് ഏതെങ്കിലും ബാങ്കിൽ നിന്നോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ ലോൺ എടുക്കാവുന്നതാണ്. ഓക്കെ, ലോണിന് സെക്യൂരിറ്റി ആയിട്ട് ഇൻഷുറൻസ് പോളിസി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ബാങ്കുകൾ. അതെന്തുകൊണ്ടാണ്? അതൊരു വലിയ എമൗണ്ടിൻ്റെ ഒരു പോളിസി ആയിരിക്കും, അല്ല ഒരു വലിയ എമൗണ്ട് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാകും. പോളിസി, ഇൻഷുറൻസ് പോളിസി എന്ന് പറയുമ്പോൾ ഒരു ഹ്യൂജ് എമൗണ്ടിൻ്റെ ആയിരിക്കും. അതുപോലെ തന്നെ കറക്റ്റായിട്ട് അവർ പ്രീമിയം അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പോളിസി എക്സിസ്റ്റൻസിലുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഇങ്ങനൊരു ഓപ്ഷൻ ഉള്ളൂ. എന്താ ഓപ്ഷൻ? ആ ഒരു പോളിസി സെക്യൂരിറ്റി ആയിട്ട് വെച്ചുകൊണ്ട് ഒരു ലോണോ എന്തെങ്കിലും എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓൺലി ഇഫ് റെഗുലർ പ്രീമിയം പേ ചെയ്യുന്നുണ്ട് ഇപ്പോഴും, അതുപോലെ തന്നെ ആ പോളിസി ഇസ് ഇൻ ഫോഴ്സ്, ദാറ്റ് ഇസ് ഇപ്പോഴും എക്സിസ്റ്റൻസിലുണ്ട്, റെഗുലറായിട്ട് പ്രീമിയമൊക്കെ അടച്ച് ആ പോളിസി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അത് പോളിസിയുടെ ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ പോളിസി സെക്യൂരിറ്റി ആയിട്ട് വെച്ചുകൊണ്ട് നമ്മൾക്ക് ലോൺ എടുക്കാനായിട്ട് പറ്റുള്ളൂ. Okay, but if the insurer defaults in paying the premium and the surrender value is not adequate to recover the arrears of the loan and interest, the insurance company may resort to foreclosure of the policy. Then in case അവർ പ്രീമിയം പേയ്മെൻറ്റിൽ ഡീഫോൾട്ട് വരുത്തുന്നുണ്ടെന്ന് വിചാരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പോളിസി ഇപ്പോൾ എക്സിസ്റ്റൻസിലില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ആ പോളിസി സെക്യൂരിറ്റി ആയിട്ട് വെച്ചുകൊണ്ട് ഇൻഷുറൻസ് കമ്പനിയെ ഒരു സെക്യൂരിറ്റി ആയിട്ട് വെച്ചുകൊണ്ട് ഇൻഷുർഡിന് ലോൺ എടുക്കാനായിട്ട് പറ്റില്ല. അങ്ങനെയുള്ള കേസസിലാണ് ഫോർക്ലോഷർ ചെയ്യുന്നത്. കാരണം നമ്മൾ ലോൺ എടുത്തു, പക്ഷേ ആ ലോണിൻ്റെ എമൗണ്ടോ അതിൻ്റെ ഇൻട്രസ്റ്റോ പേ ചെയ്യാനുള്ള എമൗണ്ട് പോലും ആ ഇൻഷുറൻസ് പോളിസിയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് അല്ലെങ്കിൽ ആ അക്കൗണ്ട് നമ്മൾക്ക് ഫോർക്ലോഷർ ചെയ്യാം. ദെൻ അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് പോയിൻറ്റ്സ് പറയുന്നുണ്ട്. ദ പോളിസി ഹോൾഡർ ഇസ് ആസ്ക്ഡ് ടു പേ ദ അരിയർ ഓഫ് ദ ലോൺ ആൻഡ് ഇൻട്രസ്റ്റ് ബിഫോർ ഫോർക്ലോഷർ ആക്ഷൻ ഇസ് ടേക്കൺ ബൈ ദ ഇൻഷുറൻസ് കമ്പനി. അപ്പോൾ ഇവിടെ പറയുന്നത് ഫോർക്ലോഷർ ചെയ്യുന്നതിന് മുൻപ് അരിയറുള്ള ആ ലോണിൻ്റെ എമൗണ്ടും അതുപോലെ തന്നെ പേ ചെയ്യാനുള്ള ഇൻട്രസ്റ്റും പേ ചെയ്യാനായിട്ട് പോളിസി ഹോൾഡറിനോട് പറയുന്നുണ്ട്. ദെൻ a foreclosed policy can be reinstated if desired by the policy holder, provided the outstanding loan interest in full and is paid and satisfactory evidence of continued good health is provided. നമുക്ക് ഫോർക്ലോഷർ നമുക്ക് റീഇൻസ്റ്റേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് രണ്ടാമത് നമുക്ക് വേണ്ടാന്ന് വയ്ക്കാം. എങ്ങനെയാണ്? പോളിസി ഹോൾഡർ ഫുൾ ഇൻട്രസ്റ്റ് പേ ചെയ്യാനുള്ളതിൻ്റെ ഫുൾ ഇൻട്രസ്റ്റും കൊടുത്തിരിക്കണം, അതുപോലെ തന്നെ ഹെൽത്ത് അവരുടെ ഇപ്പോഴും പോളിസി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ഗുഡ് ഹെൽത്ത് അവർക്ക് ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് പ്രൂവ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻറ്റും അല്ലെങ്കിൽ എവിഡൻസും കൊടുത്തിട്ടുണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ്, ദ റീഇൻസ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ ഫോർക്ലോഷർ പോളിസി ഇസ് നോട്ട് പെർമിറ്റഡ് ഇഫ് ദ റിമൈനിങ് surrender value after deducting the loan and interest is there is paid to the policy holder. ഇവിടെ പറയുന്നത് റീഇൻസ്റ്റേറ്റ്മെൻറ്റ്, ദാറ്റ് ഈസ് ഫോർക്ലോഷർ കഴിഞ്ഞ് രണ്ടാമത് ഈ പോളിസി തുടങ്ങാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കൊടുക്കുന്നില്ല. എങ്ങനെയാണെങ്കിൽ ഇഫ് ദ റിമൈനിങ് സറണ്ടർ വാല്യൂ ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ലോൺ ആൻഡ് ഇൻട്രസ്റ്റ് ദർ ഓൺ ഇസ് പെയ്ഡ് ടു ദ പോളിസി ഹോൾഡർ. ആ ലോണിൻ്റെ എമൗണ്ടും അതിൻ്റെ ഇൻട്രസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ബാക്കി സറണ്ടർ വാല്യൂ പോളിസി ഹോൾഡർക്ക് ഓൾറെഡി പേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പോളിസി റീഇൻസ്റ്റേറ്റ് അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. Then it is because the reason that it is presumed that the policy holder has accepted the foreclosure action. ആ ലോണിൻ്റെ എമൗണ്ടും അതിൻ്റെ ഇൻട്രസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ബാക്കി സറണ്ടർ വാല്യൂ പോളിസി ഹോൾഡർക്ക് ഓൾറെഡി പേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യാണ് പോളിസി ഹോൾഡർ ഫോർക്ലോഷറിനെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ഫോർക്ലോഷർ എന്നുള്ള ആ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. Last point, nomination ceases once a policy has been foreclosed. If the assured dies before the payment of remaining surrender value, the amount is payable to the legal representative of the insured and not the nominee. അപ്പോൾ ഫോർക്ലോസ് ചെയ്ത് ഒരു പ്രാവശ്യം ഫോർക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നേരത്തെ ആ ഒരു പോളിസിയിൽ പറഞ്ഞിട്ടുള്ള നോമിനേഷൻ ആരെങ്കിലും നോമിനേറ്റ് വെച്ചിട്ടുണ്ടാവുമല്ലോ ഈ എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ നോമിനേഷൻ അവിടെ ക്ലോസ് ആവുകയാണ്. പിന്നെ വരുന്ന അല്ലെങ്കിൽ പിന്നെ നമ്മൾ പേ ചെയ്യുന്ന ബാലൻസ് എമൗണ്ട് എന്ന് പറയുന്നത് ആർക്കായിരിക്കും? നോമിനിക്കായിരിക്കില്ല, അവരുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിനായിരിക്കും പിന്നീട് ആ എമൗണ്ട് ചെന്ന് ചേരുന്നത്. ഓക്കെ,
ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. താങ്ക് യു.